കരബോ കപ്പിൻ്റെ ഫൈനലിൽ നിന്ന് സിറ്റി ആഴ്സണലിനെ 2-0 തോൽപ്പിച്ചത്. വെംബ്ലിയിൽ നിന്ന് ആഴ്സണൽ ഒരു ട്രോഫി നഷ്ടപ്പെടുത്തി. പക്ഷേ ചില തോൽവികൾ നമുക്ക് സ്കോർ ലൈൻ കൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ന് സിറ്റി ജയിച്ചത് ഗോൾസ് കൊണ്ട് മാത്രമൊന്നുമല്ല, എക്സ്പീരിയൻസ്, പിന്നെ പെപ് ഗാർഡിയോള എന്നുള്ള ആ ഒരു കോച്ചിൻ്റെ ഇതാണ്. അതും ആർട്ടറ്റ എന്നുള്ള കോച്ചിൻ്റെ ഇപ്പോഴും ഒരു ഫസ്റ്റ് ജോബിൻ്റെ ഒരു ഇൻഎക്സ്പീരിയൻസ് എന്നുള്ളത് കാണിച്ചൊരു മാച്ചാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ആക്ച്വലി സംഭവിച്ചത്, എന്താണ് ആഴ്സണലിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുത്തിയത്, ഇത് ടൈറ്റിൽ റേസിനെ അഫക്റ്റ് ചെയ്യുമോ, ഇതാണ് നമുക്കറിയേണ്ടത്. സ്കോർ ലൈൻ സിറ്റി 2 ആഴ്സണൽ 0 ആണ്. സിറ്റിയുടെ 9th ലീഗ് കപ്പ് ട്രോഫിയാണത്. പെപ് ഗാർഡിയോളയുടെ ലീഗ് കപ്പ് ഫൈനലിൽ പെപ് ഗാർഡിയോള 5 കളി കളിച്ചു. ഇതടക്കം 5 കളിയിലും പെപ് ഗാർഡിയോള ജയിച്ചു. 100% റെക്കോർഡാണ്. അതായത് വെംബ്ലിയിൽ പെപ്പിന് ഓൾമോസ്റ്റ് ചീറ്റ് കോഡ് പോലെയാണ്. പക്ഷേ ആർട്ടറ്റയ്ക്കും അതേ റെക്കോർഡ് തന്നെയുള്ളത്. ആസ് എ പ്ലെയർ, ആസ് എ മാനേജർ, ആർട്ടറ്റ പ്ലേഡ് 8 games. ആർട്ടറ്റ ഇതേവരെ തോറ്റിട്ടുണ്ടാകുന്നില്ല. ദിസ് ദ ഫസ്റ്റ് ടൈം ആർട്ടറ്റ ഈസ് ലൂസിങ് ഇൻ വെംബ്ലി. പക്ഷേ ഇതിലത്തെ ഐറണി എന്താണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ടുണ്ടെങ്കിൽ സിറ്റി ജയിക്കുന്ന ആരും പ്രെഡിക്റ്റ് ചെയ്യില്ല. ടീം ലൈനപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് സർപ്രൈസിങ് വാസ് എസെ ഉണ്ടായിരുന്നില്ല, ഓഡ്ഗാർഡ് ഉണ്ടായിരുന്നില്ല, എസെ ഉണ്ടായിരുന്നില്ല. എസെ ഇനി എഗെയിൻ സ്കാൻ ചെയ്യണമെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഹോപ്പ്ഫുള്ളി ഇൻ്റർനാഷണൽ ബ്രേക്കാണ് വരണത്. ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിയുമ്പോഴേക്കും എസെ തിരിച്ചു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഓഡ്ഗാർഡ് തിരിച്ചു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ആഴ്സണൽ ബേസിക്കലി പ്ലേ ചെയ്ത് ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ഇല്ലാണ്ടാണ് ആഴ്സണൽ ഇന്ന് കളിച്ചത്. പിന്നെ ആർട്ടറ്റ സ്റ്റേഡ് വിത്ത് കെപ്പ, റയനെ കളിപ്പിച്ചില്ല. അത് ആർട്ടറ്റയുടെ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മിസ്റ്റേക്ക്. കാരണം ഫൈനലാണ്, ഫൈനലിൽ ബെസ്റ്റ് പ്ലേയേഴ്സിനെ കളിപ്പിക്കണം, എസ്പെഷ്യലി സിറ്റി. പിന്നെ വേറൊരു റീസൺ ഉണ്ട്. ഓക്കെ, അതിനു മുമ്പ് ഇത് പറയാം. കെപ്പ ഇതേവരെ ലീഗ് കപ്പിൽ എല്ലാ കളിയും കളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കെപ്പ ഡിസേർവ്ഡ് തന്നെയായിരുന്നു ചാൻസിന്, ഫൈനലിൽ കളിക്കാനുള്ള ചാൻസിന്. ഇതേവരെ കളിച്ച് വെച്ചിട്ട് സെയിം വിത്ത് സിറ്റി ഇപ്പോൾ ഡോണറൂമിനെ അല്ല കളിപ്പിച്ചത്. സിറ്റി കളിച്ചത് ജെയിംസ് ട്രാഫോർഡിനെയാണ് കളിപ്പിച്ചത്. അപ്പോൾ ട്രാഫോർഡാണ് ഇതുവരെ കളിച്ചത്. അപ്പോൾ സിറ്റി കണ്ടിന്യൂഡ് വിത്ത് ഹിം. സെയിം സിറ്റുവേഷൻ വിത്ത് ആഴ്സണൽ വിത്ത് കെപ്പ. പക്ഷേ ഈ കളിയിൽ റയനെ കളിപ്പിക്കണമായിരുന്നു ആർട്ടറ്റ. അത് പറയാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ആഴ്സണലിന് ഈ കളിയിൽ ഒരു പ്ലേ മേക്കർ ഇല്ലാണ്ടാണ് ആഴ്സണൽ കളിക്കുന്നത്. പ്ലേ മേക്കർ ഇല്ലാണ്ട് ആഴ്സണൽ കളിക്കുമ്പോൾ സിറ്റി ഈസ് ഗോയിങ് ടു പിൻ ആഴ്സണൽ ബൈ പ്രഷറൈസിങ്. അങ്ങനെ വരുമ്പോൾ ഒരു നന്നായിട്ട് ബോൾ പാസ് അറിയാവുന്ന ഒരു പ്ലെയർ ഗോൾ കീപ്പറായിട്ടുള്ളതാണ് നല്ലത്. റേ ആണെന്നുണ്ടെങ്കിൽ സിറ്റിയുടെ പ്രഷർ ഇത്ര വർക്ക് വരുന്നില്ല. കെപ്പ അതായത് സിറ്റി ഒരു 4-2 എന്നുള്ളൊരു ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ, അതായത് 4 പ്ലെയേഴ്സിനെ വെച്ചിട്ട് പ്രസ് ചെയ്തിരുന്നത് ഫ്രണ്ട് ലൈനിൽ. അങ്ങനെ വരുമ്പോൾ കൂളായിട്ട് റേയുടെ പ്രത്യേകത എന്താ തന്നെ, റേയുടെ പാസസ് പെർഫെക്റ്റ് പാസസ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ റേക്ക് ശരിക്കും കൂളായിട്ട് ഇവരെ എബവ് ആയിട്ട് ക്രോസ് കൊടുക്കായിരുന്നു. സാക്കയ്ക്കോ അല്ലെങ്കിൽ ട്രൊസാർഡിനോ അല്ലെങ്കിൽ ഹാവേർട്സ് കളിക്കുന്നുണ്ട്. അപ്പോൾ റേ ആയിരുന്നു ബെറ്റർ ചോയ്സ്. കളിയുടെ എസ്പെഷ്യലി എസെയോ ഒഡ്ഗാർഡോ ഇല്ലാതിരുന്നൊരു സിറ്റുവേഷനിൽ റേ ആയിരുന്നു റൈറ്റ് ചോയ്സ്. ആർട്ടറ്റ സ്റ്റേഡ് വിത്ത് കെപ്പ, അതാണ് പറ്റിയത്. അത് ഒരു മിസ്റ്റേക്ക്. പിന്നെ ടിംബർ ഉണ്ടായിരുന്നില്ല, ടിംബറിന് പരിക്കായിരുന്നു. ടിംബർ ടീം ലൈനപ്പിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബെൻ വൈറ്റാണ് കളിച്ചത്. ബെൻ വൈറ്റ് നമുക്കറിയാം കുറേ കളികൾക്ക് ശേഷമാണ് ഫസ്റ്റ് സ്റ്റാർട്ടാണ് ബെൻ വൈറ്റിൻ്റെതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് ലീഗ് കപ്പിൽ തന്നെയാണ് അതോ FA കപ്പിലാണോ എന്നറിയില്ല ബെൻ വൈറ്റ് കളിച്ചത്. കളി ഫസ്റ്റ് 10 minutes ആഴ്സണലിൻ്റെ ഡോമിനൻസ് തന്നെയായിരുന്നു. ഫസ്റ്റ് ഒരു 15 minutes ആഴ്സണൽ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്ത ഗെയിം. അതിൽ ശരിക്കും സ്കോർ ചെയ്യണമായിരുന്നു. 7th minute കളി തിരിച്ച ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. ഹാവേർട്സിൻ്റെ ഒരു ചാൻസ്, സാക്കയുടെ റീബൗണ്ട്, എഗെയിൻ സാക്കയുടെ 2 റീബൗണ്ട് ചാൻസ് ഉണ്ടായിരുന്നാൽ വിത്തിൻ 4 seconds 3 shots ഉണ്ടായിരുന്നു. ജെയിംസ് ട്രാഫോർഡ് അത് സേവ് ചെയ്തു, ഒരു ട്രിപ്പിൾ സേവ്. 21 വയസ്സായിട്ടുള്ള ഗോൾ കീപ്പർക്ക്. ഇതാണ് ഫൈനൽസ് ചേഞ്ച് ചെയ്യണ മൊമെൻറ്റ്സ്. ഗോളായിരുന്നുണ്ടെങ്കിൽ നരേറ്റീവ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം സിറ്റീനെ ശരിക്കും സഫോക്കേറ്റ് ചെയ്തു ആഴ്സണൽ. ഇതിൽ പറയേണ്ട എസേക്ക് പകരം നമ്മൾ ഇറക്കിയത് ഹാവേർട്സിനായിരുന്നു. ഇതിലിപ്പോൾ ഹാവേർട്സും സാക്കയും കളിക്കുന്നുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും 100% ഫിറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവരെ കളി കണ്ടിട്ട്. കാരണം ഹാവേർട്സ് ഫസ്റ്റ് തന്നെ ആ ചാൻസ് എന്താ പറയുക മിസ്സാക്കിയത്, ആ ഷോട്ട് എടുക്കാൻ ഡിലേ വരുത്തിയത്. പിന്നെ സാക്കയ്ക്ക് ആ സാക്കയുടെ റണ്ണിലൊക്കെ ആ ഒരു
100% ഫിറ്റ് അല്ലാത്തൊരു സാക്കാനും ഹാവേർട്സുമായിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഷോട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ഷോട്ടേ ഉള്ളൂ. സിറ്റിക്ക് നോ ഷോട്ട്സ് ഓൺ ടാർഗറ്റ്. ഈ എൻറ്റയർ സീസണിൽ സിറ്റി ഹാഫ് ടൈമിന് മുമ്പ് ഒരു ഷോട്ട് പോലും ഓൺ ടാർഗറ്റ് ഇല്ലാത്തത് 4ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ ആർസണൽ ഗെയിം കൺട്രോൾ ചെയ്തിരുന്നു, പക്ഷേ കൺട്രോൾ എപ്പോഴും വിക്ടറിക്ക് പോകണമെന്നില്ല. ഇതിൽ ഫസ്റ്റ് ഹാഫ് കഴിയാറാവുമെന്തോ ഏകദേശം ഒരു 30 മിനിറ്റൊക്കെ ആവും തോറും ആർസണൽ പിന്നാക്കം പോകണമാതിരി തോന്നി. ചില സമയത്തൊക്കെ കെപ്പയും ഗബ്രിയേലും സലീബയും ബോൾ വെച്ചിട്ട് അവിടെ നിൽക്കുന്നു. ഒരു പോയിന്റ് ഓഫ് ഗെയിമിൽ കെപ്പ വെറുതെ ബോൾ വെച്ച് നിൽക്കായിരുന്നു, ഒരു അറൗണ്ട് 30 സെക്കൻഡ്സ് ഒക്കെ. എന്താ പറയുക, ആർസണലിന് ഇനീഷ്യേറ്റീവ് എടുക്കാത്ത പോലെ തോന്നി. പല ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗബ്രിയേലിനൊക്കെ പല ചാൻസ് ഉണ്ടായിരുന്നു ഹിൻകാപ്പിക്ക് ബോൾ കൊടുക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഡെക്ലാൻ റൈസിന് ബോൾ കൊടുക്കാനായിട്ട്. അതായത് ഫസ്റ്റ് ചാൻസിൽ ബോൾ പാസ് ചെയ്യാനായിട്ട് ഇവർക്കൊരു മടി കണ്ടു. ഇവർ കൂടുതലും ടൈം എടുത്ത് പ്രഷർ ഇൻവൈറ്റ് ചെയ്തിട്ട് കളിക്കാൻ നോക്കുന്നത്. ആ പ്രഷർ പക്ഷേ ഇൻവൈറ്റ് ചെയ്തിട്ട് സിറ്റി വരുമ്പോൾ നല്ലൊരു പാസ് കൊടുക്കാൻ പറ്റുന്നില്ല. ആ പ്രസ് കവർ ചെയ്തിട്ട് പോകുന്ന രീതിയിൽ നല്ലൊരു പാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഉള്ള പ്ലേയേഴ്സിന് മര്യാദയ്ക്ക് ആ ബോൾ കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല. യോക്രസിൻ്റെ ഫസ്റ്റ് ടച്ച് ഹൊറിബിൾ. ഓക്കെ, ഹാവേർട്സിനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ആരുടെ കാലിലും ബേസിക്കലി ബോൾ നിൽക്കുന്നില്ല. അതാണ് ഉണ്ടായത്. സിറ്റി നന്നായിട്ട് പ്രസ് ചെയ്തു. സിറ്റി ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, അവർ ശരിക്കും സലീബയ്ക്കും കെപ്പയ്ക്കും ഗബ്രിയേലിനും ബോളുള്ളപ്പോൾ അവർ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അവർ പാസിങ് ലൈൻസ് ബ്ലോക്ക് ചെയ്യാനാണ് നോക്കിയത്. അവർ ഡയറക്റ്റ്ലി ഇവരെ പോയിട്ട് പ്രസ് ചെയ്യാൻ നോക്കിയില്ല. കാരണം ഇവരിൽ ബോൾ ഉണ്ടായിട്ട് ഇവർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് പോലെ ഇവർ കളിച്ചു. അപ്പോൾ ഈ പാസിംഗ് ലൈൻ 4 പേര് വെച്ച് ബ്ലോക്ക് ചെയ്തപ്പോൾ ആർസണലിന് ഒരു ആൻസർ ഉണ്ടായിരുന്നില്ല അതിന്. അവിടെയാണ് ഞാൻ പറഞ്ഞ ആർട്ടറ്റയുടെ ഒരു ഇൻഎക്സ്പീരിയൻസ് കാണിച്ചത്. കെപ്പയുടെ അത് നമുക്ക് പറയാൻ പറ്റില്ല. കളി ആർസണൽ ജയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ കെപ്പനെ വെച്ചത് മാസ്റ്റർ സ്ട്രോക്കാണെന്ന് പറയാൻ പറ്റും. പക്ഷേ സിറ്റിയുടെ ആ പ്രഷർ പോകണം കണ്ടിട്ട് സെക്കൻഡ് ഹാഫിൽ ആർട്ടറ്റയ്ക്ക് ഒരു ചേഞ്ച് വരുത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് ഈ കളിയിലത്തെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം കളി വളരെ കേജി ആയിരുന്നു. ഭയങ്കര 2 ടീമും ഭയങ്കര അറ്റാക്കിംഗ് ഒന്നുമല്ല. 2 ടീമും കോഷ്യസായിട്ട് കളിച്ച്, 2 ടീമും കൂടുതലും ഡിഫൻസ് സ്ട്രോങ് ആയിട്ട് കളിക്കാനായത്. കാരണം ഇംഗ്ലണ്ടിലത്തെ ടോപ്പ് 2 ടീംസ് ലീഗ് കപ്പ് ഫൈനലിൽ ഫസ്റ്റ് ടൈമാണ് ഫേസ് ചെയ്യണത് ഇൻ റീസെൻറ്റ് ഹിസ്റ്ററി. അപ്പോൾ പ്രഷർ ഭയങ്കര എല്ലാവർക്കും അറിയായിരുന്നു. ആർട്ടറ്റയുടെ സെറ്റപ്പ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സിറ്റി വെയിറ്റ് ചെയ്യുന്നു. 2 ടീമും പാനിക്കൊന്നും ചെയ്തില്ല. പക്ഷേ സിറ്റി അഡ്ജസ്റ്റായി. സിറ്റി ഫസ്റ്റിലത്തെ 20-25 മിനിറ്റ്സ് കഴിഞ്ഞോടുകൂടി സിറ്റി അഡ്ജസ്റ്റഡായി. സിറ്റി ഗെയിം കുറേശ്ശെ കൊണ്ടുപോകാൻ തുടങ്ങി. ആർസണൽ പിന്നാക്കം പോയി തുടങ്ങി. അവിടെ വെച്ച് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആർട്ടറ്റ ഷുഡ് ഹാവ് മെയ്ഡ് എ ചേഞ്ച്. അത് ഹാവേർട്സ് ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഹാവേർട്സിനെ മാറ്റി ഹാവേർട്സിനെയും ഐ തിങ്ക് മേ ബി വി കുഡ് ഹാവ് ചേഞ്ച് യോക്രസ് ഓൾസോ. കാരണം ട്രൊസാർഡിനെയോ മാർട്ടിനെലിനെയോ ഫ്രണ്ട് ലൈൻ വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇവർ 2 പേരിൽ ഒരാളോ കളിച്ചിട്ട് ഡോമാനും ഇറക്കി കളിക്കണമായിരുന്നു. കുറച്ചുകൂടി ഇത് കാണിക്കണമായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ മിഡ്ഫീൽഡിൽ നോഗാർഡിനെ ഇറക്കിയിട്ട് മിഡ്ഫീൽഡ് കുറച്ചുകൂടി സെക്യൂർ ആക്കായിരുന്നു. ഇതൊന്നും ചെയ്തില്ല. ഫൈനലി ഒരു ഗോള് പിന്നാക്കം ആവണ വരെ വെയിറ്റ് ചെയ്തു ആർട്ടറ്റ. അതാണ് ആർട്ടറ്റയുടെ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയതിൽ. സെക്കൻഡ് ഹാഫിൽ 60ാമത്തെ മിനിറ്റ് വരെ സിറ്റിക്ക് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ല. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ടൊരു മിസ്റ്റേക്ക് വന്ന് കെപ്പ ചെർക്കിയുടെ ഒരു ക്രോസ്, ആ ക്രോസ് റുട്ടീൻ ക്രോസാണ്. കെപ്പയുടെ മിസ്ജഡ്ജിങ് ബേസിക്കലി. കെപ്പ പിടിക്കാൻ പറ്റില്ല എന്ന് തന്നെ, അത്രയും ഹൈറ്റിൽ നിന്നിട്ട് പിടിക്കാൻ പറ്റില്ല എന്ന് തന്നെ കെപ്പയ്ക്ക് അത് പഞ്ച് ചെയ്ത് ബാക്കിലേക്ക് കളഞ്ഞാൽ മതിയിരുന്നു. ഇറ്റ്സ് ഓൺലി എ കോർണർ. ഒറിയിൽ ബാക്കിലുണ്ടായിരുന്നു 1-0. ഫൈനൽസ് ബ്രൂട്ടലാണ്. കാരണം ഗോൾ കീപ്പേഴ്സിൻ്റെ എറർ ഭയങ്കരമായിട്ട് ആംപ്ലിഫൈ ചെയ്ത് കാണിക്കും, എസ്പെഷ്യലി ഇൻ എ ഫൈനൽ. സിറ്റിനെ സംബന്ധിച്ച് ഹാലൻഡിന് സലീബയും ഗബ്രിയേലും എസ്പെഷ്യലി സലീബ നന്നായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് തീരെ വിചാരിക്കാത്തൊരു ഹീറോ ആണ് നിക്കോ ഒറിയലി. നല്ല പ്ലെയറാണ്. 21 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ളൂ. ഇന്നലെ ആയിരുന്നു പുള്ളിയുടെ ബർത്ത്ഡേ. 2 ഗോളാണ് സ്കോർ ചെയ്തത്. ഹിസ്റ്ററിയാണ് ബേസിക്കലി. യങ്ങസ്റ്റ് ലീഗ് കപ്പ് ഫൈനൽ സ്കോററാണ് ആഫ്റ്റർ 2012. അതുപോലെ 3rd യങ്ങസ്റ്റ് പ്ലെയറാണ് എവർ ഫൈനലിൽ 2 ഗോൾ അടിക്കാനായിട്ട്. അപ്പോൾ ഫുട്ബോളിൽ ചില സ്ക്രിപ്റ്റ്സ് ക്രേസിനെയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
ആ ഒരു 4 മിനിറ്റ്, അതായത് ഫസ്റ്റ് ഗോൾ അടിച്ചിട്ട് സെക്കൻഡ് ഗോള് ആർട്ടറ്റ ചേഞ്ച് വരുത്തണ വരെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ്. ആർസണൽ കംപ്ലീറ്റ്ലി ലോസ് കോൺസെൻട്രേഷൻ്റെ. ന്യൂനസിൻ്റെ ക്രോസ്, ഓറിയയുടെ ഹെഡർ. പക്ഷേ ന്യൂനസിന് ക്രോസ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം കിട്ടി, അതാണ് പറ്റിയത്. അവിടെ വെച്ച് ഗെയിം മെൻ്റലി ഫിനിഷ്ഡായി. സിറ്റി സഡൻലി അവർ ക്ലാസിക് ഗാർഡിയോള ടീമാർ തോന്നി. ഒരുപാട് ബോൾ റിട്ടൻഷൻ, പൊസിഷണൽ കൺട്രോള്. അതിൻ്റെ ഇടയിൽ ചെർക്കിയുടെ ഒരു ഇതുണ്ടായിരുന്നു, അതിന് ബെൻ വൈറ്റ് നല്ലൊരു മറുപടിയും കൊടുത്തു. റെഫറി ഐ തിങ്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഒരുപാട് ഫോൾസ് ആർസണലിന് കിട്ടാതെ പോയി. ഒരു ഡോക്കുവിൻ്റെ ഒരു ഫിസിക്കൽ ഇതുണ്ടായിരുന്നു സാക്കയുടെ മേത്ത്. അതുമാതിരി സാക്കേനെ എടുത്ത് ഒരു റഗ്ബി സ്റ്റൈലിലെടുത്ത് മാറ്റിയതൊക്കെ ശരിക്കും വിളിക്കായിരുന്നു റെഫറിക്ക്. അതൊന്നും വിളിച്ചില്ല. കെപ്പയ്ക്ക് യെല്ലോ കാർഡ് കൊടുത്ത്, ഐ തിങ്ക് ഇറ്റ്സ് എ യെല്ലോ കാർഡ്, ഇറ്റ്സ് നോട്ട്, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ റെഡ് കാർഡ്. പിന്നെ എന്താ പറയുക, മെയിൻ സംഭവം എന്ന് പറയുന്നത് മിസ്ഡ് മൊമെൻറ്റം തന്നെയാണ്. ആ ഫസ്റ്റിലത്തെ ഗോൾ ചാൻസ് ആർസണൽ മിസ്സാക്കിയതാണ്. പിന്നെ കലാഫിയറിനെ ഇറക്കി, കലാഫിയറിയുടെ 2-3 ചാൻസ് ഉണ്ടായിരുന്നു. അത് ഫൈനലി സിറ്റീനെ ഫസ്റ്റിലെ കിട്ടിയ ചാൻസിൽ കില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സിറ്റി ഗ്രോ സ്ട്രോങ്. അവർക്ക് കുറച്ച് മെൻ്റലി അവർ കുറച്ചും കൂടിയും ആർസണലിന് വളം വെച്ചു കൊടുത്തു എന്ന് പറയില്ലേ, അതിനാണ് തോന്നിയത്. സെക്കൻഡ് ഹാഫിലത്തെ പ്രസ്സിങ് സ്ട്രക്ചറാണ് ശരിക്ക് സിറ്റിയുടെ പോയിൻ്റ് ആയത്. നമുക്കിത് കാണാമായിരുന്നു, കളി കാണുന്നവർക്ക് മൊത്തം കാണാമായിരുന്നു. ആർട്ടറ്റയ്ക്ക് അത് കണ്ടിട്ട് അതിനുള്ള റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഇതിനു മുമ്പ് ബ്രെൻഫോർഡായിട്ട് കളിക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്നും ആർട്ടറ്റ ഈ ഒരു റെസ്പോൺസ് കൊടുക്കാൻ വൈകി. ഈ റെസ്പോൺസ് നമുക്ക് കളി തുടങ്ങുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ, ബട്ട് യു ഹാവ് സബ്സ് ടു ചേഞ്ച് ദ ഗെയിം, ഹൗ ടു റെസ്പോണ്ട്. അത് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് ഈ കളിയിൽ ആർസണലിനെ പറ്റിയത്. പിന്നെ എക്സ്പീരിയൻസ് ഫൈനൽസിലത്തെ എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഉണ്ട്. സിറ്റിക്ക് എങ്ങനെ ഫൈനൽ ജയിക്കണമെന്ന് അറിയാം, ആർസണലിൽ ഇപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കണം ആ ഫൈനൽ സ്റ്റെപ്പ് കവർ ചെയ്യാനായിട്ട്. സൈക്കോളജിക്കലി ഫസ്റ്റ് ഗോള് ആർസണൽ കൺസിഡർ കൂടിയിട്ട് കോൺഫിഡൻസ് ലെവല് ഡ്രോപ്പായി. സിറ്റി അത് ശരിക്ക് സെൻസ് ചെയ്തു. എലീറ്റ് ടീംസ് ചെറിയ ഫിയറിനെ ഊതിപരിപ്പിച്ച് കാണിക്കും, അതാണ് സിറ്റി ചെയ്തതോടെ. ആർട്ടറ്റയുടെ ഫസ്റ്റ് വെംബ്ലി ഡിഫീറ്റാണത്. ഇത് ടൈറ്റിൽ റേസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നോക്കേണ്ടത്. അതിൻ്റെ ബെസ്റ്റ് തിങ് അബൌട്ട് ദിസ് വൺ ഈസ് ഇത് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കാണ് വരാൻ പോണത്. ഇനി ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ടേ കളിക്കണ്ടോ. അപ്പോൾ ഈ പ്ലേയേഴ്സിനെല്ലാം സ്വന്തം ഇൻ്റർനാഷണൽ ടീംസായിട്ട് പോയി ഒന്ന് റിഫ്രഷ്ഡായിട്ട് വരാൻ പറ്റും എന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും വലിയ സംഭവം. ദാറ്റ്സ് ഗുഡ്. കാരണം ഇത് ഈ ഒരു ഫൈനലിൽ തോറ്റതിന് ശേഷം നെക്സ്റ്റ് ഈ വീക്കെൻഡിൽ ആർസണലിന് ഒരു കളി ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ടഫ് ആണ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ആർസണലിനെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. അവർക്ക് ഒരുപാട് റീതിങ്ക് ചെയ്യാനും അറേഞ്ച് ചെയ്യാനും ടാക്ടിക്കലി വർക്ക് ചെയ്യാനും എല്ലാം ആർട്ടറ്റയ്ക്കും തിങ്കിങ് പ്രോസസ്സിന് ഈ ഒരു ബ്രേക്ക് നല്ലതാണ് ഞാൻ പറയുകയാണെന്ന്. കാരണം ലീഗ് ഇപ്പോഴും ആർസണലിൻ്റെ കയ്യിൽ തന്നെയാണ്. കാരണം 9 പോയിൻ്റ് മുമ്പിലാണ് ഇപ്പോഴും ലീഗിൽ. സിറ്റി എന്താ പറയുക, സിറ്റിയുടെ ഫസ്റ്റ് വിന്നാണ് ആർസണലിനെതിരെ 7 മാച്ചസിൽ. ഇപ്പോൾ ലീഗ് ക്ലാഷ് വരുന്നുണ്ട് സിറ്റിയായിട്ട് April 19th. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ചെസ് മാച്ചായിരുന്നു ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കളി ആർസണൽ തോറ്റോട് കൂടിയിട്ട് സിറ്റി ആർസണൽ പ്ലെയേഴ്സിൻ്റെ മൈൻഡിലൊരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്തോ, അതോ ആർസണൽ പ്ലെയേഴ്സിന് ഈ കളി ഒരു മോട്ടിവേഷനാക്കി വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അതാണ്. ആർസണൽ ഫാൻസിനെ സംബന്ധിച്ച് ഇറ്റ് ഡെഫിനറ്റ്ലി ഹേർട്സ്. കാരണം ഇതേവരെ ബിഗ്ഗസ്റ്റ് ഗെയിം ഓഫ് ദ സീസൺ ആയിരുന്നു. കാരണം സംഭവം ഇത് ആർസണലിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആർസണലിൽ ഇത് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എതിരാളികൾ പറയും ഇറ്റ്സ് എ മിക്കി മൗസ് കപ്പ് എന്ന് പറയും. തോറ്റു വെച്ചെങ്കിൽ ഇറ്റ്സ് എ ഫൈനൽ ലോസ് ബൈ ആർസണൽ. എനിവേസ് ഇറ്റ് വാസ് എ ചാൻസ് ടു വിൻ എ ട്രോഫി. അത് കംപ്ലീറ്റ്ലി പോയി. അത് പോയത് കൊണ്ട് ഞാൻ ഈ ടീമിനെ തള്ളി പറയണമെന്നല്ല കേട്ടോ. ഇത് ഈ സീസണിൽ ഇതേവരെ കളിച്ച് ഈ പൊസിഷനിൽ എത്തിയെന്നുണ്ടെങ്കിൽ ആ ടീമിനെ തള്ളി പറയാനൊന്നുമില്ല. അവർ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ചാൻസ് മുതലാക്കിയെന്നുണ്ടെങ്കിൽ ദേ കുഡ് ഹാവ് വൺ ദിസ് ഗെയിം. അവർ ഇപ്പോഴും മൾട്ടിപ്പിൾ കോമ്പറ്റീഷനിൽ നിൽക്കുകയാണ്. ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗ്, FA കപ്പിൽ നിൽക്കുകയാണ്. ഇത് കൊളാപ്സ് എന്നല്ല, ഇത് എവല്യൂഷൻ സ്റ്റേജിൽ ഉണ്ടാവും. നമ്മൾ പലരും പറയും ക്വാഡ്രപ്പിൾ എന്നുള്ളത് പറയും. ക്വാഡ്രപ്പിൾ എന്ന് പറഞ്ഞാലും ഇതേവരെ ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 സീസണിൽ ഒരു ട്രോഫി പോലും വിൻ ചെയ്യാത്ത ഒരു ടീമിനെ ക്വാഡ്രപ്പിൾ എന്ന് പറഞ്ഞിട്ട് പൊക്കിക്കൊണ്ടുവന്ന മീഡിയ തന്നെയാണ്. ആ മീഡിയ തന്നെ ഇപ്പോൾ ഇന്ന് ആർസണലിനെ താഴെ ഇറക്കി ഇടുകയും ചെയ്യും. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ആർസണലിൻ്റെ കയ്യിലിരിപ്പ് അങ്ങനെയായിരുന്നു ഈ കളിയിൽ. അപ്പോൾ ചില ഡിഫീറ്റ്സ് ടീംസിനെ ബ്രേക്ക് ചെയ്യും, ചിലത് ചാമ്പ്യൻസിനെ ബിൽഡ് ചെയ്യും.
എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എന്നുള്ളത് സിറ്റി എന്ന് കാണിച്ചു തന്നു. ഓക്കെ, ആർട്ടറ്റയുടെ ആഴ്സണൽ ഇപ്പോഴും ആ എക്സ്പീരിയൻസിൻ്റെ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ദേ ആർ സ്റ്റിൽ ലേണിംഗ്. പക്ഷേ they are closer than ever before for a Premier League title. I think Arsenal still has everything in hand. Okay, Carabao Cup പോയി, that's fine, but this is time to back the team. Okay.